ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ്സിൽ പോകാൻ നിൽക്കുകയാണ്. ക്ലാസ്സിൽ പോകുന്നത് ഇറങ്ങിയപ്പോഴത്തേനും ലൂക്ക ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ലൂക്ക എപ്പോഴും കരച്ചിലാണ്. ആരിറങ്ങിക്കഴിഞ്ഞാലും കരച്ചിലാണ്. അപ്പോൾ എനിക്കിന്ന് എക്സാമാണ്. അപ്പോൾ എക്സാമിന് പോണ വഴിയാണ്. അപ്പോൾ നമ്മളിത് ബസ് സ്റ്റോപ്പിലെത്തി. ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അമ്മയുണ്ട് എൻ്റെ കൂടെ. അമ്മ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകണം. അമ്മ കളിക്ക് ക്ലാസ്സിന് പോകേണ്ട. അപ്പോൾ ക്ലാസ്സിന് പോവുകയാണ്. അപ്പോൾ ബസ് വന്നു. അപ്പോൾ നമുക്ക് സ്റ്റാൻഡിലെത്തിയിട്ട് കാണാം. അപ്പോൾ സ്റ്റാൻഡിലെത്തി. ഇതാണ് പവിത്രേനെ പറ്റി പറഞ്ഞാൽ പവിത്രേനെ ഞാൻ കാണിച്ചത്. പവിത്ര ഇപ്പോൾ 2 മാസം വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് ഇന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 മാസത്തെ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ ബസ് കയറിയിട്ട് കോളേജ് എത്തുന്ന വരെ ഉള്ള കമ്പനിയാണ്. ഞങ്ങൾ കോളേജ് എത്തിക്കഴിഞ്ഞാൽ അവൾ വേറെ വഴി, ഞാൻ എൻ്റെ വഴി. അങ്ങനത്തെ ബസ് എത്തി. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുന്നത് കുന്നിൻ മുകളിലാണ്. ആ കാണുന്നതാണ് ഞങ്ങളുടെ കോളേജ്. കയറ്റമൊക്കെ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് കോളേജിൽ എത്തണമെങ്കിൽ. എൻ്റെ കോളേജ് ചേലക്കര ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അപ്പോൾ എക്സാമാണ്. എക്സാമിന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. കുറേ പേര് അവിടെ നിന്ന് പഠിക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ ഷാനുവിനെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഷാനു, പിന്നെ ഗായു, അങ്ങനെ കുറേ വരാം. അതപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് വരാം. എൻ്റെ എക്സാം കഴിഞ്ഞു. അപ്പോൾ രശ്മീനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. സാധാരണ രശ്മിയുടെ എക്സാമൊക്കെ ഫസ്റ്റ് കഴിയാറുണ്ട്. എന്നിട്ട് അവളുടെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവളെയും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ ഒരാളും കൂടെ പരിചയപ്പെടുത്താനുണ്ട്, അനന്യേനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അവളെ പരിചയപ്പെടുത്തി കൊടുത്തില്ല പറഞ്ഞിട്ട് അവൾക്ക് ഭയങ്കര പരാതിയായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത എക്സാമിന് പോകുന്നു, പഠിക്കാൻ പോകണം. ബായ്.